കർബലയുടെ തീരാ നൊമ്പരവുമായി ജീവിക്കുന്ന ഒരു കൂട്ടം ബ്രാഹ്മണർ. ഇന്ത്യൻ ചരിത്രത്തിലെ വിസ്മയിപ്പിക്കുന്ന ഒത്തുചേരലുകളുടെ കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഹൈന്ദവ ആചാരങ്ങളും ഇസ്ലാമിക സ്നേഹവും ഇഴചേർന്ന ഒരു സവിശേഷ വിഭാഗം. അവരാണ് ഹുസൈനി ബ്രാഹ്മണർ എന്ന് വിളിക്കുന്നത്. ആരാണ് ഈ ഹുസൈനി ബ്രാഹ്മണർ? ഇവരെ കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ എഴുതുക. നമുക്ക് എന്താണ് ഇവരുടെ പ്രത്യേകതകൾ എന്നും എന്തുകൊണ്ട് ഇവരെ കുറിച്ച് ഈ സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഓർമ്മപ്പെടുത്തണമെന്നും വിശദമായിട്ട് തന്നെ സംസാരിക്കാം. ഇന്ത്യൻ ചരിത്രത്തിന്റെ താളുകളിൽ സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെടേണ്ട ചില സൗഹൃദങ്ങളുണ്ട്. മതം, വംശം, സംസ്കാരം എന്നിവയുടെ അതിരുകൾക്ക് മുകളിൽ മാനവികതയ്ക്ക് സ്ഥാനം നൽകിയ അപൂർവമായ ഒരു കൂട്ടായ്മ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹുസൈനി ബ്രാഹ്മണർ എന്നറിയപ്പെടുന്ന വിസ്മയകരമായ ഒരു സമുദായത്തെ കുറിച്ചാണ്. ഹൈന്ദവ ആചാരങ്ങൾ പിന്തുടരുന്ന ബ്രാഹ്മണർ എങ്ങനെയാണ് ഇസ്ലാമിക ചരിത്രത്തിലെ കർബലയുടെ തീരാ നൊമ്പരവുമായി ഇത്രയധികം അടുത്തു നിൽക്കുന്നത്? ആരാണവർ? എന്താണ് ഇവരുടെ ചരിത്രപരമായ വേരുകൾ? ഈ വീഡിയോയിൽ നമ്മൾ ഇത് മുഴുവൻ പരിശോധിക്കുന്നുണ്ട്. ഇവരെ കുറിച്ച് അറിയാൻ പൂർണ്ണമായും ഈ വീഡിയോ കാണണേ. ആരാണ് ഈ ഹുസൈനി ബ്രാഹ്മണർ എന്നതിലേക്ക് വരാം. പ്രധാനമായും ഉത്തരേന്ത്യയിലെ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ എന്നീ പ്രദേശങ്ങളിലാണ് ഈ സമുദായത്തെ കാണപ്പെടുന്നത്. ഇവർ തങ്ങളെ ദത്ത ബ്രാഹ്മണർ എന്നാണ് വിളിക്കുന്നത്. മഹാഭാരതത്തിലെ പാണ്ഡവരുടെയും കൗരവരുടെയും കാലഘട്ടം മുതൽക്കേ ഇവർക്ക് പാരമ്പര്യമുണ്ട് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. എന്നാൽ ചരിത്രത്തിന്റെ ഏതോ ഘട്ടത്തിൽ ഇവർക്ക് കർബലയിലെ രക്തസാക്ഷിയായിട്ടുള്ള ഇമാം ഹുസൈനുമായി അഭേദ്യമായ ഒരു ബന്ധം ഉടലെടുത്തു. ഒരു വശത്ത് വേദ പണ്ഡിതന്മാരായ ബ്രാഹ്മണർ, മറുവശത്ത് ഇസ്ലാമിലെ ഷിയ പാരമ്പര്യങ്ങളോട് അനുഭാവം പുലർത്തുന്നവർ. ഈ രണ്ട് സമാന്തര പാതകൾ എങ്ങനെ ഒന്നിച്ചു എന്നത് ചരിത്രകാരന്മാർക്ക് പോലും അത്ഭുതമാണ്. ഈ സമുദായത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് പ്രചാരത്തിലുള്ള ഐതിഹ്യം ഏറെ ശ്രദ്ധേയമാണ്. 7-ാം നൂറ്റാണ്ടിൽ കർബലയിൽ ഇമാം ഹുസൈൻ യസീദിന്റെ സൈന്യത്തോട് പോരാടുമ്പോൾ അദ്ദേഹത്തിന്റെ സഹായത്തിനെത്തിയവരിൽ റഹബ് ദത്ത് എന്ന ഒരു ഇന്ത്യൻ ബ്രാഹ്മണനും ഉണ്ടായിരുന്നുവെന്നാണ് വിശ്വാസം. അദ്ദേഹം തന്റെ 7 പുത്രന്മാരോടൊപ്പമാണ് അവിടെ എത്തിയത്. ഈ യുദ്ധത്തിൽ തന്റെ എല്ലാ പുത്രന്മാരെയും അദ്ദേഹത്തിന് നഷ്ടമായി. ഇമാം ഹുസൈന്റെ നീതിബോധത്തിലും ത്യാഗത്തിലും ആകൃഷ്ടനായ അദ്ദേഹം താൻ പിന്തുടരുന്ന ധർമ്മത്തെ ഉപേക്ഷിക്കാതെ തന്നെ ഇമാം ഹുസൈനെ തന്റെ ആത്മീയ ഗുരുവായും മാതൃകയായും സ്വീകരിക്കുകയാണ്. ഇന്ത്യയിലേക്ക് മടങ്ങിയ അദ്ദേഹത്തിന്റെ പിൻഗാമികൾ തലമുറകളായി ഈ സ്മരണ കാത്തു സൂക്ഷിച്ചും പോരുന്നു. ഇവരുടെ ജീവിത ശൈലി വളരെ കൗതുകകരമാണ് കേട്ടോ. ഇവർ പൂർണ്ണമായും ഹിന്ദു ആചാരങ്ങൾ പാലിക്കുന്ന ബ്രാഹ്മണർ തന്നെയാണ്. എന്നാൽ മുഹറം മാസത്തിൽ ഇസ്ലാമിക കലണ്ടറിലെ 10-ാം തീയതിയായ അശൂറ ദിനത്തിൽ ഇവർ പ്രത്യേക വിലാപയാത്രകൾ നടത്താറുണ്ട്. കർബലയിലെ ദുരന്തത്തെ അവർ സങ്കടം എന്നതിലുപരി ഒരു നീതി സമരമായിട്ടാണ് നോക്കിക്കാണുന്നത്. വാ ഹുസൈൻ എന്ന് വിളിച്ചുകൊണ്ട് അവർ തങ്ങളുടെ ദുഃഖം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. പല പഴയ രേഖകളിലും ഇവർ ഹുസൈനി ബ്രാഹ്മണർ എന്ന് സ്വയം പരിചയപ്പെടുത്തിയതായിട്ടും കാണാവുന്നതാണ്. പേർഷ്യൻ ഭാഷയിലും സംസ്കൃതത്തിലും ഇവർക്ക് അറിവുണ്ടായിരുന്നു എന്നത് അവരുടെ ഭൗതിക പാരമ്പര്യത്തിന്റെ തെളിവ് തന്നെയാണ്. ഇത് കേവലം ഐതിഹ്യങ്ങൾ മാത്രമല്ല കേട്ടോ. ഇവർക്ക് പറയാനുള്ളത് അതുമാത്രവുമല്ല. ചരിത്രത്തിൽ പല പ്രമുഖരും ഈ സമുദായത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇന്ത്യൻ സിനിമാ ലോകത്തെ അവിസ്മരണീയരായ സുനിൽ ദത്ത്, ബൽരാജ് സാനി എന്നിവർ ഈ സമുദായത്തിൽ ഉൾപ്പെട്ടവരായിരുന്നു. മതപരമായ വേർതിരിവുകൾക്ക് മുകളിൽ മനുഷ്യ സ്നേഹത്തെ പ്രതിഷ്ഠിച്ച ഇത്തരം സമുദായങ്ങൾ ഇന്ത്യയുടെ മതേതര പാരമ്പര്യത്തിന്റെ ജീവിക്കുന്ന തെളിവുകളാണ്. വർഗീയമായ വിഭജനങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം ചരിത്രങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹുസൈനി ബ്രാഹ്മണർ എന്നത് കേവലം ഒരു ജാതി ഒന്നുമല്ല, മറിച്ച് മനുഷ്യത്വം മതം നോക്കിയല്ല പ്രവർത്തിക്കുന്നത് എന്ന വലിയ പാഠം നൽകുന്നവരാണ്. വിഭാഗീയതകൾ ഇല്ലാതെ സ്നേഹം മാത്രം അടിസ്ഥാനമാക്കിയ ഒരു ലോകത്തെ കുറിച്ചുള്ള സ്വപ്നമാണ് ഈ സമുദായം നമുക്ക് നൽകുന്നത്. ഇന്ന് അവരെവിടെയാണ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ഹുസൈനി ബ്രാഹ്മണർ കൂടുതലായും വടക്കേ ഇന്ത്യയിൽ തന്നെയാണുള്ളത്. പ്രധാനമായും നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഡൽഹി എന്നിവിടങ്ങളിലെ വിവിധ നഗരങ്ങളിൽ ഇവർ വ്യാപിച്ചു കിടക്കുകയാണ്. ഇവർക്ക് കൃത്യമായ ഒരു സെൻസസ് കണക്കുകളൊന്നും ലഭ്യമല്ല എങ്കിലും ദത്ത കുടുംബ പേരിലുള്ളവരിൽ പലരും ഇപ്പോഴും തങ്ങളുടെ പൂർവികമായ ഈ അദ്വിതീയ പാരമ്പര്യം അഭിമാനത്തോടെ ഓർക്കുന്നവരാണ് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലരും ഇന്ന് മുഖ്യധാരയിൽ ലയിച്ചു ചേർന്നിട്ടുണ്ട്. ഒരു പ്രത്യേക വിഭാഗമായി അവർ ഒതുങ്ങിക്കൂടുന്നതിന് പകരം സമൂഹത്തിന്റെ വിവിധ തുറകളിൽ സിനിമ, സാഹിത്യം, രാഷ്ട്രീയം, ഉദ്യോഗസ്ഥ വൃന്ദം തുടങ്ങിയ മേഖലകളിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും അവരുടെ കുടുംബങ്ങളിൽ നടക്കുന്ന മുഹറം കാലത്തെ പ്രത്യേക ആചാരങ്ങളും ഇമാം ഹുസൈനോടുള്ള അചഞ്ചലമായ സ്നേഹവും ഇന്നും ചില പഴയ കുടുംബങ്ങളിൽ സൂക്ഷിക്കാറുണ്ട്.
ഹുസൈനി ബ്രാഹ്മണർ എന്നത് ഒരു ജാതി എന്നതിലുപരി ഒരു സംസ്കാരത്തിന്റെയോ ഒരു പാരമ്പര്യത്തിന്റെയോ ഭാഗമായിട്ടാണ് പലരും നോക്കിക്കാണുന്നത്. ഹുസൈനി ബ്രാഹ്മണരുടെ അസ്തിത്വവും പാരമ്പര്യവും ഇന്നത്തെ കാലഘട്ടത്തിൽ അതിപ്രസക്തം തന്നെയാണ്. വെറും ചരിത്രപരമായ കൗതുകം എന്നതിലുപരി വർത്തമാന കാലത്തെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അവർ നൽകുന്ന സന്ദേശമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. മതസൗഹാർദ്ദത്തിന്റെ സജീവ മാതൃകയാണ് അവർ. ഇന്നത്തെ ലോകത്ത് മതങ്ങളുടെ പേരിൽ വിഭജനങ്ങൾ വർദ്ധിച്ചു വരികയാണല്ലോ. ഒരു മതം മറ്റൊന്നിനെ ശത്രുവായി കാണുന്ന പ്രവണത പലയിടത്തും കാണാവുന്നതാണ്. എന്നാൽ ഹുസൈനി ബ്രാഹ്മണരുടെ ചരിത്രം വ്യക്തമാക്കുന്നത് വിശ്വാസങ്ങൾ തമ്മിലുള്ള അതിരുകൾ എത്ര അയഞ്ഞതാണ് എന്നും ഒരു വ്യക്തിക്ക് സ്വന്തം വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മറ്റൊന്നിനെ ആദരിക്കാൻ സാധിക്കുമെന്നും തന്നെയാണ്. ഹൈന്ദവ ആചാരങ്ങൾ പാലിക്കുന്ന ഒരു ബ്രാഹ്മണന് ഇസ്ലാമിക ചരിത്രത്തിലെ കർബലയിലെ ത്യാഗത്തെ സ്വന്തം ജീവിതത്തിന്റെ ഭാഗമായി കാണാൻ കഴിയുന്നു എന്നത് മതങ്ങൾക്കിടയിലെ ഭിന്നതകളെ അപ്രസക്തമാക്കുന്ന ഒരു കാര്യം തന്നെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവർ മാനവികതയുടെ ഉദാത്തമായ പ്രഖ്യാപനം നടത്തുന്നു എന്നതാണ്. മനുഷ്യനാണ് എല്ലാ മതങ്ങൾക്കും മുകളിൽ എന്ന തത്വം ഹുസൈനി ബ്രാഹ്മണർ അവരുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുന്നുണ്ട്. നീതിക്കും സത്യത്തിനും വേണ്ടി നിലകൊള്ളുക എന്നതാണ് ഇമാം ഹുസൈന്റെ ജീവിതത്തിന്റെ കാതൽ പോലും. ആ നീതിബോധത്തിന് ജാതിയോ മതമോ അതിരുകളല്ല എന്ന് ഈ സമുദായം ഇപ്പോഴും തെളിയിക്കുന്നു. വർഗീയതയുടെ വിഷം ചീറ്റുന്ന പ്രചാരണങ്ങൾക്കിടയിൽ മനുഷ്യത്വത്തിന്റെ പൊതുവായ ഭാഷ ഇന്നത്തെ തലമുറയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ആ ഭാഷയാണ് ഇവർ സംസാരിക്കുന്നത്. ഇന്ത്യയുടെ യഥാർത്ഥ സ്വത്വം എന്നത് വൈവിധ്യത്തിൽ ഏകത്വം എന്നതാണ് എന്ന് നമുക്കറിയാമല്ലോ. ഹുസൈനി ബ്രാഹ്മണർ ഈ ബഹുസ്വരതയോടെ ജീവിക്കുന്ന തെളിവാണ്. മധ്യേഷ്യയും ഇന്ത്യയും തമ്മിൽ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന സാംസ്കാരിക കൈമാറ്റത്തിന്റെയും ഐക്യത്തിന്റെയും ഒരു കണ്ണിയാണ് ഇവർ. ഇത്തരം സമുദായങ്ങളുടെ ചരിത്രം ഓർമ്മിപ്പിക്കുന്നത് ഇന്ത്യ ഒരിക്കലും സങ്കുചിതമായ ഒരു വിശ്വാസത്തിന് മാത്രമുള്ളതല്ല എന്നും എല്ലാ സംസ്കാരങ്ങളുടെയും ഒരു സംഗമ ഭൂമി ആയിരുന്നു എന്നും വരും തലമുറയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. ഇന്ന് ഡിജിറ്റൽ ലോകത്ത് വിദ്വേഷം പടർത്തുന്ന വ്യാജ വാർത്തകൾക്കും ചരിത്രപരമായ തെറ്റിദ്ധാരണകൾക്കും ഒരു കുറവുമില്ല എന്ന് നമുക്കറിയാം. മതങ്ങളെ പരസ്പരം പോരടിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ ഹുസൈനി ബ്രാഹ്മണരുടെ ഈ ഐക്യത്തിന്റെ ചരിത്രം ശക്തമായൊരു മറുപടി തീർക്കുന്നുണ്ട്. കർബലയിൽ നീതിക്ക് വേണ്ടി രക്തസാക്ഷിയായ ഒരാളോട് ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം മറ്റൊരു മതവിശ്വാസി കാണിക്കുന്ന ഈ ആദരവ് വിദ്വേഷം കൊണ്ട് നേടാൻ ഒന്നുമില്ല എന്നും സ്നേഹം കൊണ്ടേ ലോകം നിലനിൽക്കൂ എന്നും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ പഠിപ്പിക്കുകയാണ്. ആധുനിക കാലത്ത് ആത്മീയത പലപ്പോഴും ചടങ്ങുകളിലും ബാഹ്യപ്രകടനങ്ങളും ഒതുങ്ങിപ്പോകുന്നുണ്ട്. എന്നാൽ ഹുസൈനി ബ്രാഹ്മണർ കാണിച്ചു തരുന്നത് ആത്മീയത എന്നാൽ അപരന്റെ വേദനയെ സ്വന്തം വേദനയായി തിരിച്ചറിയുക എന്നത് തന്നെയാണ്. നീതി നിഷേധിക്കപ്പെടുമ്പോൾ അത് എവിടെയായാലും ആർക്കെതിരെ ആയാലും പ്രതികരിക്കാൻ മടി കാണിക്കാത്ത ഒരു ആത്മീയതയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഇത് ഇന്നത്തെ കാലത്ത് വളരെ ആവശ്യമായ ഒരു സാമൂഹിക ബോധം കൂടിയാണ്. ഒരാൾക്ക് ഒരേ സമയം തന്റെ പൂർവികമായ സാംസ്കാരിക വേരുകളും മറ്റൊരു വലിയ ആശയത്തിന്റെ അനുഭാവിയുമായി നിലനിൽക്കാൻ സാധിക്കുമെന്നും ഇവർ പഠിപ്പിക്കുന്നു. സങ്കുചിതമായ ഐഡന്റിറ്റി പൊളിറ്റിക്സിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് തങ്ങളുടെ വ്യക്തിത്വം വികസിപ്പിക്കാനും മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും ഈ സമുദായത്തിന്റെ മാതൃക സഹായിക്കുക തന്നെ ചെയ്യും. ഞാൻ മാത്രമാണ് ശരി എന്ന ചിന്തയല്ല, മറിച്ച് ഞാനും നീയും ഉൾപ്പെടുന്ന ഒരു വലിയ മാനവികതയുണ്ട് എന്ന വിശാലമായ ബോധമാണ് ഇവർ പകരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഹുസൈനി ബ്രാഹ്മണർ വെറും ഒരു ചരിത്ര ഭാഗമല്ല, മറിച്ച് അവർ ഇന്നത്തെ കാലത്ത് നമുക്ക് ആവശ്യമായ ഒരു മാനവിക കാഴ്ചപ്പാട് തന്നെയാണ്. വിഭജനങ്ങൾ കൊണ്ട് ലോകം പൊറുതിമുട്ടുമ്പോൾ സ്നേഹത്തിന്റെയും നീതിയുടെയും ഈ പാരമ്പര്യം വെളിച്ചം വീശുന്ന ഒരു ദീപമാണ്. ഈ ചരിത്രം സമൂഹത്തിൽ ചർച്ചയാകുന്നത് ഭിന്നതകൾ കുറയ്ക്കാനും പരസ്പര ബഹുമാനം വളർത്താനും സഹായിക്കുമെന്നതിൽ സംശയമില്ല. അത് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്.